ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയ സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ്. ആളുകളെല്ലാം കൂടിയിട്ട് ആ പരിശുദ്ധമായ സ്ഥാപനത്തെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെയും കളങ്കപ്പെടുത്താൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അത് ഇത്രയും കാലം സമീപിച്ചു വന്ന നിലപാട് പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ഒരു പാരമ്പര്യമുണ്ട്. അതാണ് പൈതൃകം, നമ്മുടെ പൈതൃകം അതാണ്. ഹലോ, ഫാരിസ് മംനൂനല്ലേ? എടാ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ആരാണ് വിളിക്കണേ? നിനക്ക് മുമ്പുള്ളതാണ് ജാമ്യന്ന് പഠിച്ചിറങ്ങിയ ഒരു സീനിയറാണ്. പേര് പറയും. പേര് ബാദുഷാ ഫൈസി എന്ന് പറയും. സ്ഥലം കൊടുങ്ങല്ലൂര്. പിന്നെ ഞാന് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾക്ക്. എവിടത്തെ? അല്ലല്ല, കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അസ്ഗറുൽ ഉസ്താദിനെ ജാമ്യന്ന് പുറത്താക്കിയില്ലേ? അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? എന്റെ നിലപാടോ? എങ്ങനെ? ജാമ്യ കമ്മിറ്റിക്ക് ഒരാളെ പുറത്താക്കാനും തിരിച്ചെടുക്കാനും പുതിയ ആളെ നിയമിക്കാനൊക്കെ ഉള്ള അധികാരം ഉണ്ടല്ലോ. കമ്മിറ്റിനെക്കാളും വലിയ കമ്മിറ്റിയല്ലേ ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ. അപ്പൊ അവര് പറഞ്ഞ തീരുമാനത്തിനെക്കാളും വലിയ തീരുമാനമൊന്നുമല്ല ഈ ജാമ്യയുടെ കമ്മിറ്റി. ജാമ്യയുടെ കമ്മിറ്റിയിൽ തന്നെ മുഷാവറയിൽപ്പെട്ട MT ഉസ്താദും വാക്കോട് ഉസ്താദും പരങ്ങാങ്കര ഉസ്താദൊക്കെ ഉണ്ടല്ലോ. MT ഉസ്താദൊക്കെ പോയത് നമുക്കറിയാലോ. MT ഉസ്താദ് പറഞ്ഞല്ല ആ ബഹുമാനപ്പെട്ട അസ്ഗറുൽ ഉസ്താദിനെ പുറത്താക്കേണ്ട, അതൊരു ലെറ്റർ കൊടുക്കുക, അതല്ല അതിന്റെ മര്യാദ. അപ്പൊ അത് പറഞ്ഞപ്പോ അതിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്നലെ സംസാരിച്ച ഖാദർ ഫൈസി. നമുക്കേ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു, അതില് തെളിവുണ്ടോ നിങ്ങളതില് അങ്ങനെ പറഞ്ഞതിന്? നിനക്ക് എവിടെ നിന്നൊക്കെ തെളിവ് വേണം? നിന്റെ തെളിവ് ഞാൻ നിനക്ക് എവിടെ നിന്നെങ്കിലും സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞോ ഇല്ല സമർപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞു. അസ്ഗറുൽ ഉസ്താദിനെ പുറത്താക്കി ജാമ്യയുടെ കമ്മിറ്റിക്ക് അതിന് അർഹത ഉണ്ട്. ഓക്കെ, നമ്മുടെ അസ്ഗറുൽ ഉസ്താദ് എന്താണ് പുറത്താക്കാനുള്ള കാരണം? അവിടെ ആ പ്രസംഗം എന്തിനെ പറ്റിയുള്ള പ്രസംഗമായിരുന്നു? സുന്നത്തി ജമാഅത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രസംഗമായിരുന്നു. അപ്പൊ അസ്ഗറുൽ ഉസ്താദിനെ പുറത്താക്കിയാൽ നിന്നെ അസ്ഗറുൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ലേ? അല്ല, പഠിപ്പിച്ചിട്ടില്ലേ നിന്നെ? പഠിപ്പിച്ചിട്ട് അതിന്റെ പ്രതിഷേധ മഹാസമ്മേളനം ഞങ്ങൾ എന്ത് ചെയ്ത് പെരിന്തൽമണ്ണയിൽ വെച്ച്, പ്രതിഷേധത്തിന്റെ മഹാസമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് അതിനെ എതിർത്തും കൊണ്ടാണ് ഇപ്പൊ ജാമ്യയിൽ പൈതൃക സമ്മേളനം നടത്തുന്നത്. ബഹുമാനപ്പെട്ട അസ്ഗറുൽ ഉസ്താദ് എന്താണ് ചെയ്തത്? സുന്നത്തി ജമാഅത്തിനെ പ്രൊട്ടക്ട് ചെയ്താണ് സംസാരിച്ചത്. അതിനെതിരെ പൈതൃകം എന്ന് പറഞ്ഞിട്ട് സമസ്ത സുന്നത്തി ജമാഅത്തിനെ പറയണ ഉസ്താദ്മാരെ തള്ളി പറഞ്ഞുകൊണ്ട് പൈതൃകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെക്കണ്. എന്ത് പൈതൃകം കൊണ്ട് അവിടെ വെക്കണ്? അറിയാൻ പാടില്ലാണ്ട് വെക്കണ. എന്ത് പൈതൃകം വെക്കണ? നീ ഇന്ന് മെഹ്റാബി കയറിയിട്ട് ഇങ്ങനെ ചില പറഞ്ഞ് പ്രസംഗിച്ചില്ല. രാഷ്ട്രീയക്കാരുടെ അടിമ വേല ചെയ്യാൻ വേണ്ടിട്ട് പള്ളിയുടെ മെഹ്റാബി കിടന്ന് നീ ഇങ്ങനെ പ്രസംഗിക്കണത് എന്ത് പൈസ ചെയ്യണ്ട? നിന്റെ ബാച്ചിലുള്ള കുട്ടികളടക്കം നിന്നെ പുറത്താക്കിയില്ലേ നിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന്? കഴിഞ്ഞ നീ പറ, നിനക്ക് പറയാനുള്ള പറ. നീ പറ. MT ഞാൻ നിനക്ക് വാട്സപ്പ് വിട്ടരാം. MT ഉസ്താദിന്റെ തെളിവ് ഞാൻ നിനക്ക് പറഞ്ഞ വാട്സപ്പ് വിട്ടരാം. MT ഉസ്താദിന്റെ വായെന്ന് വീണത് മാത്രം നീ തെളിവായിട്ട് അംഗീകരിക്കുള്ളൂ? അങ്ങനെ ഉണ്ടാ? അല്ല, ഇനി ഞാൻ നിനക്ക് തെളിവ് കൊണ്ടെന്നാൽ തന്നെ നിനക്ക് തെളിവ് കൊണ്ടെന്ന് എന്ന് വിചാരിച്ചോ? MT ഉസ്താദ് അന്ന് ആ മീറ്റിംഗിൽ പറഞ്ഞ് എന്തെന്ന് ബഹുമാനപ്പെട്ട അസ്ഗറുൽ ഉസ്താദിനെ ഇപ്പൊ പുറത്താക്കണോ, അതിന്റെ ആവശ്യമില്ലല്ല എന്ന് ചോദിച്ച് പെട്ടെന്ന് വെട്ടൊന്ന് തുണ്ടണ്ട അങ്ങനത്തെ ഒരു തീരുമാനം വേണ്ടല്ലോ എന്നുള്ളൊരു സംയമനം പാലിച്ചുകൊണ്ട് MT ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് MT ഉസ്താദ് പറഞ്ഞാൽ മാത്രം നീ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ല പറയട്ടെ, അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞ തെളിവ് കൊണ്ടെന്നാ നീ വിശ്വസിക്കുകയില്ലേ? അത് പറ. അങ്ങനെ മറുപടി വരുന്നല്ല, ഈ കോഞ്ഞാട്ട മറുപടി പറയല്ലേ? നീ കോഞ്ഞാട്ട മറുപടി പറയല്ലേ? അല്ല, തെളിവുണ്ടെന്നാ പറയണ്ടേ? തെളിവുണ്ടെന്നാ പറയണം. അപ്പൊ വിശ്വാസയോഗ്യരായ ആളുകൾ കൊണ്ടെന്നാ നീ എന്ത് പറയുന്നു? പിന്നെ അപ്പൊ സുന്നത്തി ജമാഅത്തിനെ സംരക്ഷിച്ച അസ്ഗറുൽ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഈ ജാമ്യ കമ്മിറ്റിക്ക് സപ്പോർട്ട് ചെയ്യണത് എന്ത് അടിസ്ഥാനത്തിലാണ്? MT ഉസ്താദൊക്കെ മറ്റേ ഊറിന്റെ അയക്കല്ലേ? മറ്റേ ഊറിന്റെ അടിക്കലാ
മമ്നൂനെ ഉരുണ്ടടിക്കാൻ നിൽക്കണവൻ. ആ തെളിവ് കാണിക്കാം. പിന്നെ അതേമാതിരി തന്നെ MT ഉസ്താദിന്റെ കാര്യം നീ വിട്. MT ഉസ്താദിന്റെ കാര്യം വിട്. ബഹുമാനപ്പെട്ട അസ്ഗർ ഉസ്താദ് നിക്ക് പറയട്ടെ. അത് തെളിവൊക്കെ വിട. എടാ തെളിവ് വിട്ടറാടാ. നീ അദ്ദേഹം കിടന്ന് ഉരുള് ചിലക്കല്ലേ മെകിളിക്കല്ലേ നീ. ആ തെളിവിട്ട്. അത് മാത്രല്ല നിക്കട്ടെ, നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ അസ്ഗർ ഉസ്താദ്? എടാ നിന്നെ അസ്ഗർ ഉസ്താദ് പഠിപ്പിച്ചു. നിന്റെ പേര് ഡിഗ്രാണ്ടെണ്ണം കിട്ടിയാണോ അദ്ദേഹത്തിനോട് നിനക്ക് ഇത്രയും വീറും വൈരാഗ്യം ജാമ്യം വെച്ചിട്ട്? അല്ല, നീ ചിലപ്പോ ആ വൈരാഗ്യം വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്താ സംസാരിച്ചത്? ഉസ്താദ് എന്താണ് സംസാരിച്ചത്? അല്ല, ഉസ്താദ് എന്താണ് സംസാരിച്ചത്? അല്ല, ആ ഉസ്താദ സംസാരിച്ചതില് നിന്റെ നിലപാട് എന്താണ്? അസ്ഗർ ഉസ്താദ് പ്രസംഗിച്ചതിൽ നിന്റെ നിലപാട് എന്താണ്? പറ. ആ നിലപാടൊക്കെ ഞാൻ വെളിപ്പെടുത്താം ഉസ്താദേ. അല്ല, ആ വെളിപ്പെടുത്താന്നല്ല, നീ ഉരുണ്ട് കളിക്കല്ലേ, നീ ഉരുണ്ട് കളിക്കല്ലേ. നീ ഓതിയ കിതാബിനാണ് നമ്മൾ ഓതിയേക്കണേ, നീ ഉരുണ്ട് കളിക്കല്ലേ. അങ്ങോട്ട് പറയണ കേൾക്കാനുള്ള മാന്യത കാണിക്കണം മിസ്റ്റർ. ആ മിസ്റ്റർ പറയൂ, നിങ്ങൾ പറയൂ. മാന്യത, അവന്റെ മാന്യത ഒക്കെ കണ്ടാണ് നളന്ത ടീമില്. പറ. അസ്ഗർ ഉസ്താദിനോട് എന്ത് വൈരാഗ്യമുള്ള വർത്തനാണ് ഞാൻ പറഞ്ഞത്? അല്ല, നീ പറഞ്ഞില്ലേ അസ്ഗർ ഉസ്താദിനോട്, നീ അസ്ഗർ ഉസ്താദിനോട് വൈരാഗ്യ മനോഭാവം വെച്ച് പെരുമാറണമെന്നുള്ളതിന്റെ തെളിവിന്റെ നീ ഇന്ന് പള്ളിയുടെ മിഹ്റാബിൽ പൈതൃക സമ്മേളനത്തിന് ആൾക്കാരെ ക്ഷണിച്ചത്. അത് സമസ്തയുടെ പറഞ്ഞിട്ടല്ലേ? സമസ്തക്ക് ആലിക്കുട്ടി ഉസ്താദും അബ്ബാസ് തങ്ങളും പറഞ്ഞിട്ടല്ലേ ഞാൻ ക്ഷണിച്ചത്? ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞ എന്ത് തെളിവാണുള്ള ആ തെളിവൊന്ന് സമർപ്പിക്കോ? ഓ അതല്ലേ ഞാൻ ഇവിടെ പള്ളി തന്നെ കാണിച്ചല്ലോ. ഇവിടെ പള്ളി കാണിക്കണ്ട, പള്ളി കാണിച്ചതല്ല. ആ തെളിവ് പറ. ആ തെളിവ് പറടാ. കീലക്ക് കുറെ അഭിപ്രായങ്ങളുണ്ട്. കീല പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതേമാതിരി ഇതിനെന്ത് തെളിവാണ്? നീ തെളിവ് പറ. ഫോട്ടോ വെച്ച് ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഈ പോസ്റ്റർ. ഓ, ആ പോസ്റ്ററിന് അതിനെതിരെ ഔദ്യോഗികമായി ഇറക്കിയിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ പോസ്റ്റർ ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ കാണിച്ചാലോ ഉണ്ടല്ലോ. ആ നിക്ക് നീ ഫോൺ കട്ട് ചെയ്യല. നിന്റെ ഈ നമ്പറിൽ തന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടുതരാം. ആലിക്കുട്ടി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടും കൂടി ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കാൻ നിൽക്കണം. നിനക്കൊക്കെ എവിടെ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞെന്നുള്ളതിന്റെ എന്ത് തെളിവ്? ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ വാക്കാല? എന്നോട് MT ഉസ്താദ് പറഞ്ഞേ. നോക്കടാ, നോക്ക്, വാട്സപ്പ് എടുത്ത് നോക്ക്. എഴുത്ത് മതിയാവോ? വാട്സപ്പ് എടുത്ത് നോക്കടാ. എടാ മമ്മുനെ, നീ വാട്സപ്പ് എടുത്ത് നോക്ക്. ഇതാണിപ്പോ ഔദ്യോഗികം വിഭാഗം എന്നൊക്കെ പ്രയോഗിച്ച ആലിക്കുട്ടി ഉസ്താദ് സംസാരിക്കല്. അല്ല, നിന്റെ ഔദ്യോഗികത ഒന്ന് കാണിച്ചെന്നെ. നിന്റെ ഔദ്യോഗികത കാണിക്ക്. അല്ല, ആലിക്കുട്ടി ഉസ്താദിന്റെ ലെറ്റർ പേഡും ഒപ്പും സീലൊക്കെ അല്ലേ? ആ ഔദ്യോഗികത കാണിക്ക്. ലെറ്ററും സീലൊക്കെ കാണിക്ക് നിന്റെ ഔദ്യോഗികത. എന്ത് ഉസ്താദിന്റെ ഫോട്ടോ വെച്ച് ആധികാരികമായിട്ടല്ലേ എഴുതി വിട്ടത്? നിന്റെ ഉസ്താദല്ല, നിന്റെ ഉസ്താദ്മാരില്ല, എല്ലാവരും ഉസ്താദാണ്. നിന്റെ ഉസ്താദിന്റെ ഒപ്പം എവിടെയാടാ? ഒപ്പം എന്തിനാ ഉസ്താദ് നിഷേധിക്കണത്? ഉസ്താദിന്റെ പേരിൽ ഉസ്താദ് ആഹ്വാനം ചെയ്തു എഴുതിക്കാണ്. ഉസ്താദ് ആഹ്വാനം ചെയ്തെന്നുള്ളതിന്റെ തെളിവിന് ഉസ്താദിന്റെ പേര് ഫോട്ടോ വെച്ച ജാമ്യയുടെ സിമ്പൽ കണ്ടോ? ജാമ്യയുടെ സിമ്പൽ കണ്ടിട്ട് ഇതേമാതിരി എന്തോരം ഇറക്കുന്നുണ്ട്. അതൊക്കെ ഒറിജിനലാണോ? പിന്നെന്താ സംശയം? ജാമ്യ കമ്മിറ്റി പറയട്ടെ ജാമ്യ ഇറക്കിയതല്ല. ജാമ്യയുടെ സിമ്പലും വെച്ച് ഇറക്കണതൊക്കെ ഒറിജിനലാണോ? ഇത് ഒറിജിനലാണ്. എല്ലാം ഒറിജിനലാണോ? എല്ലാം ഒറിജിനൽ അല്ല, ഇത് ഒറിജിനൽ. അപ്പൊ ഇത് ഒറിജിനൽ അല്ല. അപ്പൊ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞുള്ളതിന്റെ എന്ത് തെളിവുണ്ട്? ഒറിജിനൽ തെളിവ് കാണിച്ചാണ് നീ ജാമ്യയുടെ ലോഗോ വെച്ചിട്ട് ഇറക്കി എന്ന് പറഞ്ഞാൽ നീ എന്താണ്ടാ ആടിനെ പട്ടിയാക്കണ സ്വഭാവം കാണിക്കുന്നത്? അതിനെന്നെ ഞാൻ പട്ടിയാക്കിയില്ലല്ലോ ഇപ്പൊ. എന്നെ പട്ടിയാക്കണല്ല, നീ മൊത്തം ആൾക്കാരെ പട്ടിയാക്കിക്കൊണ്ടിരിക്കണം. പൊന്നുമോനെ, നിനക്കൊരു വില ഉണ്ടായിരുന്നു. നീ നാളെന്തക്കാലം കൂടെ നിൽക്കുന്നതിന് മുമ്പ് നിന്റെ വില നീ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താ സങ്കടം? നമുക്ക് സങ്കടം ഉണ്ടായിട്ടില്ല. നിന്നെ പോലത്തെ ജാഹിലീങ്ങൾ, നിന്നെ പോലത്തെ ഈ ശൈത്താന്മാരുള്ള കാരണത്താലാണ് ബഹുമാനപ്പെട്ട ഒരുപാട് പാവപ്പെട്ട നാടന്മാരായ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ ഈ ജാഹിലീങ്ങളെ ശൈത്താന്മാർക്ക് നിങ്ങൾ മുമ്പ് വില കൊടുത്തിരുന്നത്? എന്ത് വില കൊടുത്ത്? നിനക്ക് അതിനാര് വില നിൽക്കണ്? നീയല്ലേ പറഞ്ഞ കുറച്ച് മുമ്പ് വില ഉണ്ടായിരുന്നു. നിനക്ക് വില ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വാഗ്ദോരങ്ങളിൽ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് സമസ്തറ കൂടെ നിന്ന സമയത്തും നിനക്ക് ആളുകൾ ദീനുള്ള കാരണത്താൽ ദീനിനെ ബഹുമാനിച്ചുകൊണ്ട് ഇപ്പൊ പഠിക്കുന്ന ആലിമീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും ഒക്കെ ഒരു വില കൊടുക്കൂലേ? അതിനാൽ ദീനിനോടുള്ള ആ ഒരു വിലയും ബഹുമാനം കൊണ്ട് ആ വില നന്നേക്കണ. അല്ലാണ്ട് ഫാരിസ് മംനൂൻ എന്നുള്ളൊരു വ്യക്തിക്കല്ല. നിനക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നിനക്ക് തൊള്ളേ തോന്നിയതൊക്കെ പറയാനുള്ളതാണ്. നാണോ മാണില്ലാത്ത നാറിയ സ്വഭാവം കാണിക്കുന്ന നാറിയ ഇതിനെ പേര് കിടക്കണോ? കഴിഞ്ഞോന്നാ? എടാ നാണുണ്ടാടാ. ബഹുമാനപ്പെട്ട അസ്ഗർ ഉസ്താദ് സമസ്തനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചിട്ട് നീ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തുള്ളാൻ നിനക്ക് നാണുണ്ട്? അറിയാൻ പാടില്ല ചോദിക്കണേ. നീ എന്ത് അടിസ്ഥാനത്തിൽ നീ സംസാരിക്കണേ? എനിക്ക് നാണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പിന്നെ അസ്ഗർ ഉസ്താദ് പറഞ്ഞത് ഈ അസ്ഗർ ഉസ്താദ് പറഞ്ഞ പ്രസംഗത്തിനോട് നിന്റെ നിലപാട് എന്താണ്?
ഞാൻ എന്തിനു നിലപാട് പറയണം? പുറത്താക്കിയ ആൾക്കാരോട് ചോദിക്കൂ, കമ്മിറ്റി വിളിച്ച് ചോദിക്കൂ. അല്ല ഫോൺ വിളിച്ചവരെ അവരെയും വിളിക്കാലോ. നിന്നെ ഏത് കിതാബാണ് ഉസ്താദ് ഓതി പഠിപ്പിച്ചേക്കണത്? തൂഫ. തൂഫ നിന്റെ ഉസ്താദല്ലേ? ഓ എത്ര കൊല്ലത്തെ? 2 കൊല്ലത്തെ ഉസ്താദാ. 2 കൊല്ലത്തെ ഉസ്താദ്. അപ്പൊ ആ ഉസ്താദ് നിനക്ക് ഇതിനു മുമ്പ് സമസ്തക്കെതിരോ ജാമ്യക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ല ഉണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പൊ അന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഉസ്താദ്. നിന്നോട് പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഉസ്താദ് ഇപ്പൊ കഴിഞ്ഞ പ്രസംഗം, വിവാദമായിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞതില് നിനക്ക് ശരിയുണ്ടോന്ന് തോന്നുന്നുണ്ടോ തെറ്റുണ്ടോ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ശരി എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കോ? അല്ല നീ പറ. അല്ല, അംഗീകരിക്കോ ഇല്ലെന്നല്ല, നിന്റെ ശരിയും തെറ്റും പറ. ഞാൻ അംഗീകരിക്കോ ഇല്ലെന്നല്ല. അംഗീകരിക്കാനില്ല, അംഗീകരിക്കാതിരിക്കാനില്ല. പിന്നെ എന്തിനാ നീ ഒരു പള്ളിയിലെ ഹത്തീബല്ലടാ. അപ്പൊ നീ ഒന്ന് പറയും. എന്നാ പിന്നെ അപ്പുറത്തെ മഹലത്തെ പള്ളിത്തെ ഖത്തീബുമാരൊക്കെ അഭിപ്രായം പറയട്ടെ, എന്നിട്ട് അത് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് നിന്നോട് പറഞ്ഞ് എല്ലാ മഹലിലത്തെ ഖത്തീബുമാരും അവരുടെ അഭിപ്രായങ്ങൾ പറയില്ല. ഞാൻ ചോദിച്ചത് നിന്റെ ഉസ്താദാണ് നിന്നെ തൗഹീദ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉസ്താദ് അന്ന് പ്രസംഗിച്ചതില് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നീ മറിയല്ലേ, ഉഴഞ്ഞു മറിഞ്ഞ് കളിക്കല്ലേ. അതിപ്പോ നിന്നോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇല്ലല്ലോ. എടാ അതിപ്പോ ബോധ്യപ്പെടോടാ, ഗ്രൂപ്പുകളിലോടൊക്കെ പോന്നിട്ട് ബോധ്യപ്പെടെ എല്ലാവർക്കും. നീ ഈ ഉഴഞ്ഞു മറിഞ്ഞ് കളിക്കുന്നത്. അല്ല, എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നല്ലടാ, എല്ലാവർക്കും മനസ്സിലാവുന്നത്. നീ ഇത് പറ. നിനക്ക് ആ പ്രസംഗത്തില് അസ്ഗർ ഉസ്താദ് സംസാരിച്ചതില് അതിൽ എന്തെങ്കിലും സുന്നത്തി ജമാഅത്തിന് കോട്ടം വരുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? അതല്ല ഉസ്താദിന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണോ സംസാരിച്ചത്? അതിൽ നിനക്ക് എന്താണ് തോന്നിയത്? തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്റെ തോന്നൽ അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം? കാര്യമുണ്ടടാ, അതുകൊണ്ടാണ് ചോദിച്ചത്. കാര്യമുണ്ടേ, നീ ഇത് പറ. ഞാൻ പറഞ്ഞുതരാൻ താല്പര്യപ്പെടുന്നില്ല. നീ ഗീർവാണം മുഴക്കണ പോലെ ചടപടപടാന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ മിഹ്റാബി കയറി പ്രസംഗിച്ചില്ലേ ലീഗ് രാഷ്ട്രീയത്തിന് വേണ്ടിട്ട്? ലീഗ് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ അടിമകളല്ലടാ നിന്നെ പോലുള്ള ആളുകളൊക്കെ. രാഷ്ട്രീയ അടിമകൾ. അത് ഞാൻ അംഗീകരിക്കുന്നില്ല നിന്റെ അഭിപ്രായത്തെ. അപ്പൊ നിന്റെ അഭിപ്രായം നീ പറയാൻ, നീ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. നിനക്ക് പറയാൻ പറ്റില്ല, കാരണം നിന്നെ പഠിപ്പിച്ച ഉസ്താദ് എന്നുള്ളൊരു വിലയും കൂടി നീ അസ്ഗർ ഉസ്താദിന് കൊടുത്തില്ല. ഉസ്താദ് പറഞ്ഞത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ശിഷ്യനാണെന്നുണ്ടെങ്കിൽ ആർജവത്തോടെ പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. നിനക്ക് അതുപോലുള്ള ധൈര്യം പോലുള്ള നീ എന്ത് കാണണ്ട, ആണുങ്ങളുടെ വർഗത്തിൽപ്പെട്ടവനോ? നീ ഒരു പൈസയല്ലേ? നീ ഒരു ഫൈസിയല്ലടാ. പള്ളിയുടെ മിഹ്റാബി കയറി എല്ലാവരും പൈതൃക സമ്മേളനത്തിൽ ഞങ്ങളെല്ലാവരും പഠിച്ചിറങ്ങിയ ജാമിയ. നിന്റെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു ബാച്ച്, ഏതെങ്കിലും ഒരു കുട്ടി ഇതിനെ അംഗീകരിക്കണ്ടാടാ. ആ ഗ്രൂപ്പിൽ തന്നെ നിന്നെ എടുത്തിട്ട് റിമൂവ് ആക്കി കളഞ്ഞില്ലടാ. എടാ, നിന്നെ പോലെ ലീഗ് രാഷ്ട്രീയക്കാരുടെ അടിമകളായിട്ട് ദാസ്യവേലകൾ ചെയ്യുന്നില്ലടാ ഇവിടെ ആരും. പള്ളിയുടെ മിഹ്റാബാദിന് വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തണൂലടാ. ഹക്കീം ഫൈസറെ എന്നൊക്കെ പോയിട്ട് ബർക്കത്ത് മേടിച്ച ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിനക്ക് CIC-മായിട്ടുള്ള നിന്റെ ഇതെന്താണ് നിലപാട്? അങ്ങനെയാണ് വേണ്ട. സൗകര്യം പാടില്ല നിനക്ക്, അതിനൊന്നും സൗകര്യം പാടില്ല. തുറന്ന് പറയടാ, ആണുങ്ങളായാലും തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണോടാ. എന്നിട്ട് ആ ധൈര്യം കാണിക്കണം. എന്നിട്ടാണ് അവൻ അവിടെ കിടന്ന് പള്ളിയുടെ മൈക്കില് ഗീർവാണം മുഴക്കണത്. എടാ, അറിയാൻ പാടില്ല. എടാ, നീ ഒരു ഫൈസിയല്ലേ? ശരിയാണ്, നിനക്ക് SKSM-ന്റെ സീൽ ഇല്ലാണ്ട് സാധനം കിട്ടിയോണ്ട് അത് വേറെ കാര്യം, ഞാൻ മറന്നു. അതിലെത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് അല്ലാഹു റസൂലായാലും. എടാ, നീ ഒരു ജാമ്യന്ന് പഠിച്ചൊരു കൂറെങ്കിലും നിന്നെ പഠിപ്പിച്ചൊരു ഉസ്താദല്ലടാ അസ്ഗർ അലി ഫൈസാദ്. ഞാൻ നിന്നോട് ഇങ്ങനെ ചോദിച്ചേ, തല പോയാലും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം. അതിനെ നമ്മളെ പഠിപ്പിച്ചു നിൽക്കണം നമ്മൾ ഉസ്താദ്മാര്. എന്നിട്ടും ഞാൻ നിന്നോട് ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, ഉസ്താദ് ചെയ്ത പ്രസംഗത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നീ പറഞ്ഞ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ നിന്റെ ഭാഗത്ത് നിൽക്കും. ഞാൻ ചോദിച്ചത് ഇത്ര മാത്രം. സുന്നത്തി ജമാഅത്തിന് സപ്പോർട്ടായിട്ടല്ലേ ഉസ്താദ് സംസാരിച്ച്, എല്ലാത്തിനെതിരാണോ സംസാരിച്ച്? അതിൽ നിന്റെ നിലപാട് എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതെന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് പുറത്താക്കിയ ഞാനല്ലല്ലോ. പുറത്താക്കിയ ആൾക്കാരോട് ചോദിക്കും. എടാ, പുറത്താക്കിയ ആൾക്കാരല്ല, നിന്നെ പഠിപ്പിച്ചത് ഉസ്താദ്. നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടായി ഉസ്താദ്? പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച ഉസ്താദുമാരെല്ലാ ജീവിതത്തിലും ഓരോ കാര്യത്തിലും ഞാൻ നിലപാട് പറയണമെന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോനക്ക് വാപ്പിണ്ടോ? ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. അപ്പൊ മോന്റെ ഉപ്പാനെ ഒരു വിഷയത്തിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഉദാഹരണം. അപ്പൊ മോനോട് ചോദിക്കണ്, ഉപ്പ ചെയ്ത കാര്യത്തിൽ മോന്റെ നിലപാട് എന്താന്ന് ചോദിക്കുമ്പോ നീ അവർക്ക് കൊടുക്കണം മറുപടി തരണം. അത് പോലീസുകാരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, അത് അവരോട് ചോദിക്കും. അങ്ങനെ നീ പറയാ? ഉഷാറ്, നീ ആൺകുട്ടി, സൂപ്പറായി. നീ ആൺകുട്ടി.
അങ്ങനെ പറയേണ്ടവരോട് അങ്ങനെ പറഞ്ഞു. എടാ നിന്റെ ഉപ്പാന അറസ്റ്റ് ചെയ്തുകൊണ്ട് നിന്റെ ഉപ്പാടെ ഭാഗത്ത് ന്യായം ഉണ്ട്, നീ ആ ന്യായം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂല. നിന്റെ ഉപ്പാനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ന്യായം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂല. ചോദിക്കുന്നവരോടല്ല, അർഹതപ്പെട്ട ആളുകളോട്, നാടന്മാര് ഞാൻ നിന്നെ പോലെ ജാമ്യം പഠിച്ചിറങ്ങിയ പൈസ ഉണ്ടാ, നീ മാത്രമല്ല പൈസ ലോകത്ത് ജാമ്യം വിളിച്ച. അപ്പൊ അതാണ് പറഞ്ഞത്, നിനക്ക് അത്ര ഇതുള്ളൂ, നിനക്ക് അത്രയും ബലമുള്ളൂ, നിന്റെ മുട്ടിന് ബലമില്ല, മുട്ടും കാലിന് ബലമില്ല, ബലം വെച്ച് വരുന്നുള്ളൂ നിനക്ക്. ആ എന്നിട്ട് എടാ നിന്നെ പഠിപ്പിച്ചു ഉസ്താദ്, എന്നിട്ട് കമ്മിറ്റിക്കാരോട് പോയി ചോദിക്കാത്ര. കമ്മിറ്റി എടാ അസ്ഗർ അലി ഫൈസ എടാ നിന്റെ ഉസ്താദല്ലേ? എടാ നിന്റെ ഉസ്താദാണോ അല്ലേ അസ്ഗർ അലി ഫൈസ? പറ. ആ ഉസ്താദാണ്. ആ ഉസ്താദിനെ പുറത്താക്കിയതില് കമ്മിറ്റിക്കാരെ നിലപാടല്ല ഞാൻ ചോദിച്ചത്. ശിഷ്യൻ എന്നുള്ള നിലക്ക് ഉസ്താദ് പറഞ്ഞ പ്രസംഗത്തിൽ, ഉസ്താദ് പറഞ്ഞ സംസാരത്തിൽ ഓ ശിഷ്യന് റോൾ ഉണ്ടോ ഇല്ലെന്നല്ലേ? എടാ നീ അതെ മഹല്യൊക്കെ ഓതിയിട്ടില്ലേ? അതിൽ ബഹുമാനപ്പെട്ട ഉസ്താദ്മാരും അതുപോലെ തന്നെ ഉസ്താദ്മാരുടെ ശിഷ്യന്മാരും പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയണമെന്ന് കേട്ടിട്ടില്ലേ? ശിഷ്യന് റോളില്ലാന്നല്ല, ഉസ്താദിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഏത് ഉസ്താദിന്റെ നിലപാടിന് അല്ല, അത് മസ്അലയുടെ വിഷയത്തിലാണ്. ആദർശത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും എന്ത് ചെയ്യണം അവിടെ? അത് ഫിഖിന്റെ കർമ്മശാസ്ത്ര രംഗത്തുള്ള മസ്അലയുടെ വിഷയത്തിലാണ് ഉസ്താദും കുട്ടികളും തമ്മിൽ എതിരാവണത്. ഇത് ആദർശ അക്കീദയുടെ വിഷയത്തിലാണ്. അക്കീദയുടെ വിഷയത്തിൽ കോംപ്രമൈസ്, അക്കീദ വിഷയത്തിൽ ഒരു ഭാഗം എതിരായവർക്കൊക്കെ അതിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? മുള്ളു കൊമ്പൊടിച്ചിട്ട് ഒടിച്ചിട്ടിട്ടുണ്ട്. എത്ര സ്ഥലത്തുണ്ട് ബിദഈ ആശയങ്ങളോടൊക്കെ ഒരുമിച്ച് പോണതിന് മുമ്പ് കെട്ടി തൂങ്ങിച്ചാവണല്ലേടാ നല്ലത്. ബിദഈകളോട് ഉസ്താദ്മാരുടെ ആദർശ അക്കീദ ആശയത്തിലാ ഒന്ന് പറഞ്ഞെന്നെ. അന്ന് സ്വീകരിച്ച് ഇബ്നു തൈമിയയോടുള്ള നമ്മളുടെ സമീപനം എങ്ങനെയാണ്? അല്ല, സമീപനം എങ്ങനെയാണ് നമ്മളെ? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഇബ്നു തൈമിയയോട് നമ്മൾ ശിഷ്യന്മാരുണ്ട്. നിനക്ക് പറയട്ടെ, അതേമാതിരിയാണോ നീ അസ്ഹർ അലി ഉസ്താദിന് സുന്നത്ത് സുന്നിയാണ്, അസ്ഹർ അലി ഉസ്താദ് സുന്നികളായ ശിഷ്യന്മാരില്ലെന്ന് വെച്ചിട്ട് നീ വഹാബികളുടെ കൂട്ടുകൂടാ അദ്ദേഹം ആ ഗണത്തിൽപ്പെട്ടാണോ നീ? ഉരുണ്ട് കളിക്കല്ലേ കിയാസാക്കണല്ല. ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഉസ്താദ് നിന്റെ ഉസ്താദാണ്. നിന്റെ ഉസ്താദിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് അതെന്നെ പഠിപ്പിച്ച ഉസ്താദ്, അള്ളാഹു എന്റെ ഉസ്താദ് ഇങ്ങനെ. അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കണം, മോനെ നിന്റെ ഉസ്താദ് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് പറയും? ആ ജാമ്യം പുറത്താക്കി അവരോട് പോയി ചോദിക്കാൻ പറയും നീ? എടാ നീ എന്താ തിന്നത് ഇത്രയും നാളും? ചോറാണോ തിന്നത് അല്ലെങ്കിൽ റൗസാണോ തിന്നത്? നിന്നെ സമ്മതിക്കണം മോനെ, നിന്നൊക്കെ ഉണ്ടല്ല, നിന്നൊക്കെ സമ്മതിക്കണം, നിന്നൊക്കെ ഉണ്ടല്ല. അള്ളാഹു റബ്ബേ. എടാ നീ എന്തടിസ്ഥാനത്തിലാണ്ട ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഉസ്താദിനെ പുറത്താക്കിയ ആ ഒരു വന്യവയോധികരായ കാരണവരായ ഒരു മുഖ്ലിസായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതിന് മാത്രം പൈതൃക സമ്മേളനത്തിന് നീ ആളുകളെ പള്ളിയുടെ മിഹ്റാബില് അവരെ ക്ഷണിക്കാൻ അതിന് മാത്രം എന്ത് തെറ്റണ്ട ആ മനുഷ്യൻ ചെയ്തത്? അറിയാൻ പാടില്ല. അപ്പൊ അല്ല മോനെ, അപ്പൊ ഖാദർ ഫൈസി അവിടെ എന്താണ് സംസാരിച്ചത്? സ്വാഗത സംഘ കമ്മിറ്റിയിൽ എന്താണ് പറഞ്ഞത്? നീ പറയടാ, എന്താണ് പറഞ്ഞത്? കാണാതെ പഠിക്കണ്ട, നീ അവിടെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ അസ്ഗർ അലി ഫൈസിനെ പുറത്താക്കിയതിൽ അതൊരു വടിയാക്കി മാറ്റിയിട്ട് ജാമിയയുടെ എതിരെ വരണമെന്ന് പറഞ്ഞു. ഉണ്ടാവുന്ന നീ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും അഞ്ചിൽ കാലിട്ട് കളിക്കരുതിട്ടാ. ഷെയ്ത്താന്റെ പരിപാടി നീ എടുക്കരുത്. അപ്പൊ അസ്ഗർ അലി ഫൈസിനെ പുറത്താക്കിയത് കറക്റ്റ്. അപ്പൊ നീ ഷെയ്ത്താനാണ് ഉറപ്പിച്ച്. അടിപൊളി, ഇത് സൂപ്പറായി, ഇതെനിക്ക് ഇഷ്ടായി. ഇത് നമ്മിപ്പോ ഗ്രൂപ്പിൽക്കൊക്കെ ഈ കോൾ റെക്കോർഡ് ചെയ്ത് ഇടുമ്പോ അതിനൊരു ഇതുണ്ടാവൂല. അതെന്തായാലും ഉഷാറായി മോനെ. അല്ലടാ കേക്കണം. നീയും ഫൈസിയാണ് ഞാനും ഫൈസിയാണ്. പക്ഷെ നിന്റെ പോലത്തെ ഇടയെ കൂടിയുള്ള കളി ഞാൻ കളിച്ചിട്ടില്ല. പക്ഷേ
പക്ഷേ അതേപോലത്തെ പൈസയിൽ പെട്ടല്ല ഞാൻ. പക്ഷേ നിന്റെ പോലെ SKSM സീൽ കിട്ടാണ്ട് സനത് കിട്ടിയ പൈസ ഞാൻ. പിന്നെ അതേമാതിരി തന്നെ നിന്റെ പോലെ ഉസ്താദുമാര് പ്രസംഗിച്ചതിൽ സുന്നത്ത് ജമാഅത്തിന് സപ്പോർട്ട് ചെയ്ത ഉസ്താദ്മാർക്ക് എതിരെ നിൽക്കുന്ന ആളുമല്ലേ ഞാൻ. ആയിക്കോട്ടെ. അപ്പൊ മോനൊന്നേ ആലോചിച്ചിട്ടൊക്കെ ഒന്ന് കളിക്കുക. പള്ളിയുടെ മെഹ്റാബിൽ മുഖ്ലിസായ ആലിമായ സമസ്ത മുഷാവറയിൽപ്പെട്ട വലിയ വലിയ സീനിയോറിറ്റിയുള്ള പണ്ഡിതന്മാരെ അവർക്കെതിരായിട്ടൊക്കെ മെഹ്റാബിലൊക്കെ സംസാരിക്കുമ്പോഴല്ല പൈതൃക സമ്മേളനത്തിനൊക്കെ എടാ മുഷാവറംഗം ഉസ്താദിനെ കേന്ദ്ര അത് പറയണ്ട നീ മജാസ് മക്കിനിയായ രൂപത്തിൽ നീ അവിടെ സംസാരിച്ചത് അത് പറയണ്ട നീ. ഞാൻ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ പുറത്താക്കിയത് ഒരു വടിയായിട്ട് ജാമ്യക്കെതിരെ ഇതാക്കുന്ന പറഞ്ഞു. ആ ജാമ്യക്കെതിരെ പൈതൃക സമ്മേളനം വെച്ചേക്കുന്നത് നീ പറയണ്ട. നീ പൈതൃക സമ്മേളനത്തിന് എന്തിനാ ആൾക്കാർ വിളിക്കണേ പള്ളിയുടെ മെഹ്റാബില്? അത് ഏത് സ്ഥാനം പറഞ്ഞു? ആര് പറഞ്ഞോണ്ട്? പഠിച്ച സ്ഥാപനം എന്ത് പറഞ്ഞെന്ന്? പഠിച്ച അങ്ങനെയാണെങ്കിൽ വലിയ വലിയ തലമുതിർന്ന ആര് പഠിച്ച സ്ഥാപനം എന്തെന്ന് പറഞ്ഞു? സ്ഥാപനം തുറന്നു കേക്കട്ടെ. സ്ഥാപനം അതല്ല, അത് ശരിയാവൂല. സ്ഥാപനം തുറന്നു അത് പറഞ്ഞു വായിച്ചു നോക്കണ്ട. നീ പറ. ആൾക്കാരെ വിളിക്കാൻ പള്ളിയുടെ മെഹ്റാബിൽ കയറിയിട്ട് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ ഉസ്താദിനെതിരെ സമ്മേളനം വെച്ചിട്ട് ആ സമ്മേളനത്തിന് എല്ലാവരും വിളിക്കാനല്ലേ? ഉസ്താദിനെതിരെ ഉസ്താദിനെ പുറത്താക്കിയത് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞവരാണ്. സുന്നത്ത് ജമാഅത്ത് വളരേണ്ട സ്ഥാപനത്തിൽ സുന്നത്ത് ജമാഅത്തിനെതിരെ പറഞ്ഞ ഈ ഹമീദ് മാസ്റ്റർ MLA ഒക്കെ ഇല്ലടാ, വഹാബി വിദേശ ആശയങ്ങൾ പേർന്നോൻ. അവനക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അയാള് സെക്രട്ടറി കാലത്തന്നെ ഞാൻ പഠിച്ചേക്കണത്. പക്ഷെ ഞങ്ങൾ അന്നും അദ്ദേഹത്തിനോട് എതിരാണ്, ഇന്നും അദ്ദേഹത്തിനോട് എതിരാണ്, എന്നും അദ്ദേഹത്തിനോട് എതിരാണ്. പഠിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ ഇതിനാണ് പഠിച്ചത്. അന്ന് നമ്മ എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്നും സംസാരിച്ചിട്ടുണ്ടാ. നിന്റെ പോലെ ഉണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടം മറിഞ്ഞ് ചാടണം പെട്ടല്ല. എന്ത് ഞാന് അയാളുടെ കുടുംബ സ്വത്ത് കണ്ടിട്ടല്ല ആളുകൾ ജാമ്യക്ക് പിരിവ് കൊടുക്കണം, അല്ലാണ്ട് അയാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല ഞാൻ തിന്നത്. ഞാൻ പറയട്ടാ, അയാളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന അരിയല്ല ഞാൻ എടുത്ത് തിന്നേക്കണം. അയാളുടെ കുടുംബത്തിൽ നിന്ന് അയാൾ അധ്വാനിച്ച ചോറല്ല ഞാൻ തിന്നേക്കണ. ജാമ്യ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനം എന്നും പറഞ്ഞിട്ട് നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയ കാശാണ് ഓരോ മുസ്ലിം അവിടെ തിന്നണത്. പലിശക്കാർ കയറിയിരിക്കണ അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹമീദിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അറിയാൻ പാടില്ല. ഹമീദിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹമീദ് അവിടെ ചില്ല് കൊട്ടാരത്തിൽ നേതാവിന്റെ പോലെ ചമഞ്ഞിരിക്കണുള്ളൂ. ഹമീദ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചില്ല് കൊട്ടാരത്തിൽ നേതാക്കന്മാരെ പോലെ കയറിയിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇവന്മാര് പുറത്തിറങ്ങിയിട്ട് ജാമ്യക്ക് വേണ്ടി പിരിക്കണമൊന്നുമില്ല. ഇവന്മാർക്ക് ഒരു റോളും ഇല്ല. ഇവന്മാര് ജാമ്യക്ക് കുറെ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് നേതാക്കന്മാരെ പോലെ ചമഞ്ഞിരിക്കുക, കുറെ ആളുകളെ കുറ്റം പറയണ്ട. അല്ലാണ്ട് ഈ ജാമ്യക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് വേർപ്പ് ശരീരത്തിൽ ഇട്ടുന്ന പരിപാടി ഒന്നും ഇവർ ചെയ്യുന്നില്ല. ജനങ്ങൾ ജാമ്യ കൊടുക്കണാണ്. അല്ലാണ്ട് ഇവന്റെ ഔദാര്യത്തിൽ ഇവന്റെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന സമ്പത്ത് വെച്ചിട്ടല്ലേ ഇതേവരൊക്കെ തിന്നും ഇത്രയും മുത്താലിമികൾ പൈസ ആയിട്ട് ഇറങ്ങിയതും. നിന്റെ ഈ കോഞ്ഞാട്ട മറുപടിയും നമ്മൾ എടുത്തുകൊണ്ടിരാൻ നിൽക്കണ്ട. ഹമീദ് മാസ്റ്റർ അവനെ പോലുള്ള ആളുകളൊക്കെ പുറത്താക്കണം തന്നെയാണ് പറയണത്. അല്ലാണ്ട് നിന്നെ പോലുള്ള ആളുകൾ അവൻ കോശാന പാടുന്ന രൂപത്തിൽ ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നില്ല. നീ അപ്പോഴും നീ അവിടെ സമസ്തനെ ഇൻസൾട്ട് ചെയ്യല്ലേ? സമസ്തക്ക് ഒന്നും അറിയില്ല. അപ്പോഴും നീ സമസ്തനെ അവിടെ കൊട്ടിയില്ല ഒരു കൊട്ട്. അപ്പോഴും നീ സമസ്തന്റെ ഒരു കൊട്ട് കൊട്ടിയില്ല അവിടെ. സമസ്തക്ക് ഇതൊന്നും അറിയായിട്ടില്ല പൊന്നുമോനെ. സമസ്ത പരമാവധി എങ്ങനെയെങ്കിലും ഒരു ഐക്യത്തിന് സമസ്ത പരമാവധി എനിക്കിതൊക്കെ കിട്ടണോടാ. ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. സമസ്ത പലിശക്കാരെ പരമാവധി സഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത എങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആളുകളെ മാറ്റാൻ നോക്കുന്നു അതൊക്കെ മാറ്റാൻ നോക്കിയിട്ടും ഈ സ്വാദിക്കൽ തങ്ങളെ പോലുള്ള ആളുകളുടെ മേധാവിത്വം കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് പോകുന്നത്. അത് വെച്ചത് എന്ത് കാരണത്താലിന് എനിക്കറിയില്ല. എന്ത് കാരണത്താൽ? ആര്? ഞാന്? നിങ്ങളല്ലേ സൂപ്പർ മുഷാവറ? നിന്നോട് ആര് പറഞ്ഞു? മേലെ പറയണല്ലേ അമിത് മാസ്റ്ററെ പുറത്താക്കണം, സാദിഖലി തങ്ങൾ അങ്ങനെയാണ്. അല്ല, നിന്നോട് ആര് പറഞ്ഞ സമസ്ത സൂപ്പർ മുഷാവറ എന്ന്? അങ്ങനെയല്ല എന്റെ സംസാരം. അല്ല, നിന്നോട് ആര് പറഞ്ഞു സമസ്ത സൂപ്പർ മുഷാവറ?
എന്റെ സംസാരം കേട്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണേ. അപ്പൊ എന്റെ സംസാരം കേട്ടാൽ നിനക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ അസ്ഗർ അലി ഉസ്താദിന്റെ സംസാരം കേട്ടാൽ നിനക്ക് എന്തുകൊണ്ട് അഭിപ്രായം പറ്റൂല? അസ്ഗർ അലി ഉസ്താദിന്റെ ഉസ്താദല്ലേ? അത് പറ്റൂല. അത് പറ്റൂല, ഇത് പറ്റും. ഓ എടാ നീ നിന്നോടൊക്കെ സംസാരിക്കുമ്പോണ്ടല്ല നല്ല നിലവാരം കുറഞ്ഞ ആളുകളെ പിടിച്ചു വെച്ചിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. നിനക്ക് ഇങ്ങനെ എന്റെ മറുപടി തരണ്ട്. ഞാൻ സംസാരിക്കുമ്പോ അതിൽ നിലപാട് പറയാൻ നിനക്ക് പറ്റും. ഒന്നുമല്ലാത്ത ഞാൻ എല്ലാമായ ഔലിയാക്കന്മാരുടെ നേതൃസംഘടനയിൽ ഇരിക്കുന്ന അതിന്റെ മെമ്പറായ അസ്ഗർ അലി ഉസ്താദിന്റെ പ്രസംഗം അതിൽ ശരി കണ്ടെത്തിയിട്ട് നിന്നോട് സംസാരിക്കാം. അതിൽ നിലപാട് പറയാൻ പറ്റുമ്പോ അത് നിനക്ക് പറ്റൂല. അല്ല മുഷാവറ എന്ന് വെച്ചാൽ ഔലിയാക്കന്മാരോട് കിയാസാക്കാൻ പറ്റിയതല്ല സമസ്ത മുഷാവറംഗം അല്ല. അങ്ങനല്ല. അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നീ ഇപ്പൊ ചോദിച്ചത് അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്? ഇപ്പൊ ഈ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലര് മാത്രമേ ഔലിയാക്കളാവുള്ളൂ. ഇബ്നു സക്കയുടെ ചരിത്രം അറിയോ? ഇബ്നു സക്കയുടെ ചരിത്രം? ഇബ്നു സക്ക മുഷാവറയിലുണ്ടാവോ? അല്ല, ഇബ്നു സക്ക വലിയ ആലിമാർന്നു. ഈ ബഹാവുദ്ദീൻ നദീബിന് അതിനോട് നീ കിയാസാക്കാൻ നിൽക്കണ്ട. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ആലിമായിരുന്നു. അവര് ശരീക്കാന്മാരായിരുന്നു. ഇബ്നു സക്ക നീ ബഹാവുദ്ദീൻ നദീബ് ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ നീ അതീ കൂടി അതിന്റെ മുമാസലത്ത് മിസ്കിൽ മനസ്സിലാക്കിയാൽ മതി ട്ടാ. ഇബ്നു സക്കയുടെ കാര്യം നിനക്കറിയാലോ. ഇബ്നു സക്ക എങ്ങനെ മരിച്ചത്? ബഹാവുദ്ദീൻ ഉസ്താദ് മരിച്ചോ എന്നല്ലേ ചോദിച്ചത്? ഈ മുഷാവറംഗത്തിൽപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് നീ ചോദിച്ചത് ഈ ഔലിയാക്കളുടെ സംഘടനയോട് സാമ്യമുള്ള അതേ ദർജയുള്ള ഒരു ഇതാണ് മുഷാവറ എന്ന് പറഞ്ഞു. നീ എന്നോട് ചോദിച്ചു അതിൽ ബഹാവുദ്ദീൻ നദീബ് ഉസ്താദ് പെടൂലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബഹാവുദ്ദീൻ നദീബ് ഉസ്താദിന് ഇബ്നു സക്കനോട് നീ അത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇബ്നു സക്ക എങ്ങനെയാണ് അന്ത്യം മോശമായത്? അത് എങ്ങനെയാണ് മോശമായത്? നീ ചോദിച്ച് ഈ മുഷാവറയില് ബഹാവുദ്ദീൻ നദീബ് ഉസ്താദിനെ ഉൾപ്പെടുമെന്ന് ചോദിച്ചു. ഉൾപ്പെടുമെന്ന് ചോദിച്ചിട്ട് ബഹാവുദ്ദീൻ നദീബ് ഉസ്താദ് ഉൾപ്പെടുമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഉസ്താദിന് അതിൽ വ്യതിയാനം വന്നെന്ന് പറയാൻ പറ്റുമോ? ഭ്രംശം വന്നെന്ന് പറയാൻ പറ്റുമോ? ഭ്രംശം വന്നെന്ന് പറയാൻ പറ്റുമോ? അസ്ഗർ അലി ഉസ്താദ് വിധേയികളുടെ ആശയത്തിൽ അവരുടെ വേദിയിലോ പങ്കിട്ടിട്ട നദ്വി എന്ന് പറയുന്ന മഹാൻ, നീ പറഞ്ഞ ഔലിയ, അദ്ദേഹം ഈ ജമാഅത്ത് ഇസ്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹം ഔലിയാക്കളുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ഇബ്നു സക്കയുടെ ഇതിൽ ഞാൻ തുലനം ചെയ്തിട്ടുള്ളൂ. അയാളെ പോകേണ്ട ഒരു മരുണ്ടെങ്കിൽ അതിൽ പേട്ട് സാധനങ്ങൾ പോകും, നല്ലത് അവിടെ നിൽക്കും. അത് പോയിക്കോളും. നീയേ അതൊക്കെ പോയിക്കോളും. ഞാൻ വലിയ ഔലിയാവണമെന്നൊന്നുമില്ലടാ. നിന്നെ പോലുള്ള കുറെ കുട്ടികള്, ഞങ്ങളെ പോലുള്ള കുറെ കുട്ടികൾ ജാമ്യന്ന് പഠിച്ചിറങ്ങിയതാണ്. അപ്പൊ നിന്നെ പോലുള്ള ഒരുത്തൻ പള്ളിയുടെ മെഹ്റാബിൽ ഗീർവാണം മുഴക്കാനണ്ടപ്പോ മനസ്സിന് സങ്കടം തോന്നി. പടച്ചോനെ എന്താ പറയാ, മുഗല്ലലായ നജസിന് അതിനെക്കാളിലും സങ്കടം തോന്നി. ഈ പള്ളിയുടെ മെഹ്റാബിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഗീർവാണ് ഇങ്ങനെ മുഴക്കണ്. ഇവനെയും പഠിപ്പിച്ചിട്ടില്ല ഉസ്താദ്. എന്തടിസ്ഥാനത്തിൽ ഇവൻ ഈ ഗീർവാണം മുഴക്കണത്? എന്ത് സങ്കടം പോയിട്ടില്ല. എടാ നിന്നെ പോലുള്ള ആളുകളൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണോടെ. നിന്റെ ഒപ്പം പഠിച്ച ഏതെങ്കിലും ഒരു ഫൈസുമാര് നിന്നെ സപ്പോർട്ട് ചെയ്യണ്ടടാ. നിന്റെ ആ ബാച്ചില് എത്രാമത്തെ ബാച്ചിൽ നോക്കണേടാ. നിന്റെ ഭാഗത്തപ്പോ എത്രത്തോളം ഇതുണ്ട് നീ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നീ തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് നിനക്ക് ആളുകൾ ഒരുക്കി തരുന്നത്. നീ അതുപോലും മനസ്സിലാക്കണില്ല. ആയിക്കോട്ടെ എന്നല്ല, നീ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നൂടെ മോനെ. നീ എന്തിനാടാ നീ ഇങ്ങനത്തെ ഇതുപോലുള്ള അവസരങ്ങൾക്ക് ഒപ്പിച്ച് മറുകണ്ഠം ചാടാൻ നിൽക്കണത്? നിനക്ക് എന്ത് മൻഫഅത്തുണ്ട്? നിന്നെ പഠിപ്പിച്ച ഉസ്താദല്ലേടാ അസ്ഗർ അലി ഉസ്താദ്. ഉസ്താദ് എന്താണ് അവിടെ സംസാരിച്ചത് ആദർശ സമ്മേളനത്തിൽ? അപ്പൊ ഒരു മൻഫഅത്തുമില്ല. നിന്നെ പഠിപ്പിച്ച ഉസ്താദല്ലേ, പിന്നെ നീ എന്താ കലക്കി മൻഫഅത്തിന് വേണ്ടി നിൽക്കുന്ന ആളല്ല. അത് നമുക്ക് നല്ലോണം ബോധ്യായി. അല്ല, നീ മൻഫഅത്തിന് വേണ്ടി നിൽക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നിന്നെ പഠിപ്പിച്ച ഉസ്താദല്ലേ. നീ എന്തുകൊണ്ട് ഉസ്താദിനെ പഠിപ്പിച്ചിട്ട് നിന്നെ പഠിപ്പിച്ച ഉസ്താദാണെങ്കിൽ അദ്ദേഹം സംസാരിച്ചതിൽ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഞാൻ ചോദിച്ചിട്ട് നീ ഇത്രയും നേരം ഉരുണ്ടളിക്കാറുണ്ട്. നിനക്ക് അതിന് ആർജവത്തോടൊരു മറുപടി പറയാൻ പറ്റുമോ?
അതിന് ഞാൻ എവിടെയെങ്കിലും തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് മറുപടി പറയേണ്ടുള്ളൂ, തെറ്റുണ്ട് വിശദീകരിക്കേണ്ടുള്ളൂ. തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. നിന്റെ മറുപടി അല്ലേ ഞാൻ ഇതിൽ പറഞ്ഞല്ല. നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ല. നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ല. പിന്നെ ആ നീ എതിരാണ്, അതിനല്ലേ ഇപ്പൊ വിളിച്ചിരിക്കണ തന്നെ. അല്ല അതിനല്ല വിളിച്ചത്. നിന്റെ നിലപാട് അതിൽ എന്താണ്? അസ്ഹറുൽ ഉസ്താദ് അന്ന് ആദർശ സമ്മേളനത്തിൽ പ്രസംഗിച്ച ആ വാക്കുകളിൽ നിന്റെ നിലപാട് എന്താണ്? പറ. അത് എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ. സാദിഖ് അലി തങ്ങൾ ബിദഈ ആശയങ്ങളോട് കൂട്ടുകൂടിയിരിക്കുന്നതിലും അതിൽ നിന്റെ നിലപാട് എന്താണ്? ഓ എല്ലാവരും എനിക്ക് നിലപാടുണ്ട്, പക്ഷെ ഞാൻ പറയണില്ല, എന്നോട് പറയണില്ല. പറയരുതിട്ടാ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതോടെ കൂടി. അള്ളാഹു നിനക്ക് നല്ല വഴി കാണിച്ചേരട്ടെ. സമസ്ത കൂടിക്കുള്ള നല്ല വഴി കാണിച്ചേരട്ടെ. ആമീൻ ആമീൻ. ആ അത്രേ ഞാൻ പറയണുള്ളൂ. പഠിപ്പിച്ച ഉസ്താദിനോട് ഒരു തരി കൂറെങ്കിലും, സുന്നത്തെ ജമാഅത്ത് പറഞ്ഞ ഒരു തരി കൂറെങ്കിലും കാണിക്കാൻ നോക്കടാ. തിന്ന ചോറ് ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ നോക്ക്. മതി മോനെ, ഇത്രയും മതി ട്ടാ. എന്നാ ശരി.